ഹലോ, വെൽക്കം ബാക്ക് ടു എക്സലൻറ്റ് എഡ്യൂക്കേഷണൽ മീഡിയ. എല്ലാവർക്കും എക്സലൻറ്റ് എഡ്യൂക്കേഷണൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാഷണൽ അനിമൽസ് ആണ്. ദേശീയ മൃഗങ്ങളും അവയുടെ രാജ്യങ്ങളും നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ബംഗാൾ കടുവയാണ്. എന്താണ്? ബംഗാൾ കടുവയാണ്. അപ്പോൾ ബംഗാൾ ടൈഗർ, ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? ബംഗാൾ ടൈഗർ ആണ്, അഥവാ ബംഗാൾ കടുവ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ബംഗാൾ കടുവയാണ്. ഇനി അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് വെച്ചാൽ പന്തേര ടൈഗ്രിസ് ആണ്. എന്താണ്? പന്തേര ടൈഗ്രീസ് ആണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്, പന്തേര ടൈഗ്രീസ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ബംഗാൾ ടൈഗർ ആണ്, അതായത് ബംഗാൾ കടുവ. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? പന്തേര ടൈഗ്രീസ് ആണ്. ഓക്കെ, ഇനി ഈ കടുവയുടെ ആ ഒരു ഫിഗർ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡാർക്ക് സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ള വരകളുണ്ട്. എന്താണ്? ഡാർക്ക് സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ള മഞ്ഞ രോമക്കുപ്പായമാണ് അതിനുള്ള, കട്ടിയുള്ള മഞ്ഞ രോമക്കുപ്പായമാണ്. എന്താണ് ഡാർക്ക് സ്ട്രൈപ്സ് എന്ന് വെച്ചാൽ ഇരുണ്ട വര. എന്താണ്? ഇരുണ്ട വരകൾ. അപ്പോൾ ഡാർക്ക് സ്ട്രൈപ്സ് എന്താണെന്ന് ഇരുണ്ട വരകളാണ്. അപ്പോൾ ഇരുണ്ട വരകളുള്ള കട്ടിയുള്ള മഞ്ഞ രോമക്കുപ്പായാണ് എന്തിനുള്ളത്? നമ്മുടെ ഈ ബംഗാൾ കടുവയ്ക്ക് ഉള്ളത്. ഇനി അതിൻ്റെ എലഗൻസ്, സ്ട്രെങ്ത് ആൻഡ് അഗിലൻസ് എന്തൊക്കെയാണ്? എലഗൻസ്, സ്ട്രെങ്ത് ആൻഡ് അഗിലൻസ് എന്തോന്ന്? ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരു സംയോജനമാണ് അതിൻ്റെ ബംഗാൾ കടുവയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സംയോജനവും കൂടി ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാഷണൽ ആനിമലായിട്ട് ബംഗാൾ കടുവയെ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? ബംഗാൾ കടുവയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കടുവയ്ക്ക് നമ്മുടെ സംസ്കാരവും ചരിത്രവുമായിട്ടൊക്കെ എന്തുണ്ട്? റിലേഷൻ ഉണ്ട്. എന്തെന്നാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്കറിയാം. എന്താണ്? സിന്ധു നദീതട സംസ്കാരം. ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശിവന്റെ അവതാരമായ പശുപതിയുടെ ചിഹ്നത്തിനരികെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കടുവയുടെ ചിഹ്നം എന്ത് ചെയ്തിട്ടുണ്ട്? കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആ ഒരു കാലഘട്ടത്തിൽ അപ്പോഴുണ്ടായിരുന്ന എന്താണ്? ശിവന്റെ അവതാരമായിരുന്ന പശുപതിയുടെ ചിഹ്നത്തിനരികെ ഈ ടൈഗറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എന്താണ്? ചോള രാജവംശത്തിൻ്റെ എന്തിൻ്റെയാണ്? ചോള രാജവംശത്തിൻ്റെ സിംബലും ആയിരുന്നു എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈഗർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ചോള രാജവംശത്തിന്റെ സിംബൽ ആയിരുന്നു എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ബംഗാൾ കടുവ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒന്ന് പറയണേ, പിന്നെ നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ എന്താണ് പോസ്റ്റൽ സ്റ്റാമ്പുകൾക്കും കറൻസി നോട്ടുകൾക്കും എല്ലാം എന്തുണ്ട്? ഈ കടുവയുടെ ഒരു പിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കടുവയെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ബംഗാൾ കടുവയാണ്. ഇതിൻ്റെ ആ ഒരു ഫിഗർ അല്ലെങ്കിൽ കടഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? ഡാർക്ക് സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ള എന്താണ്? കട്ടിയുള്ള മഞ്ഞ കുപ്പായമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? എലഗൻസ്, സ്ട്രെങ്ത്, അഗിലൻസ്, ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരു സംയോജനമാണ് കടുവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ പറയുകയാണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എന്താണ്? പശുപതിയുടെ ചിഹ്നം, ശിവന്റെ അവതാരമായിട്ടുള്ള പശുപതിയുടെ ചിഹ്നത്തിനരികെ എന്തുണ്ട്? ഈ ടൈഗറിനെ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചോള രാജവംശത്തിന്റെ സിംബലായിരുന്നു കടുവയെന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ പിന്നെയുള്ള കറൻസി നോട്ടുകളിലും പിന്നെ അതുപോലെ തന്നെ എന്തിലാണ് പോസ്റ്റൽ സ്റ്റാമ്പുകളിലൊക്കെ കടുവയുടെ ചിഹ്നം എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. സോ അപ്പോൾ നമുക്കൊരു ഡൗട്ട് വന്നിരിക്കാം, കടുവയെക്കാളും ശക്തനല്ലേ സിംഹമല്ലേ കാട്ടിലെ രാജാവ്? പിന്നെ എന്തുകൊണ്ട് സിംഹത്തെ നമ്മുടെ ദേശീയ മൃഗമായിട്ട് എന്ത് ചെയ്തില്ല? തിരഞ്ഞെടുത്തില്ല, പകരം കടുവയെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൃഗത്തെ ചൂസ് ചെയ്യുമ്പോൾ, നമ്മളൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ദേശീയ മൃഗത്തെ ചൂസ് ചെയ്യുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു മൃഗത്തെ അല്ല ചൂസ് ചെയ്യുന്നത്. പിന്നെയോ മറിച്ച് അതിന് കുറച്ച് എന്ത് വേണം? ക്രൈറ്റീരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മേച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ അതിനെ ദേശീയ മൃഗമായിട്ട് എന്ത് ചെയ്യുള്ളൂ? പ്രഖ്യാപിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ആ ക്രൈറ്റീരിയസും കൂടി ഒന്ന് നോക്കിയിട്ട് അടുത്തതിലേക്ക്. അപ്പോൾ നമുക്ക് ആ ക്രൈറ്റീരിയസ് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ
സംസ്കാരവും പൈതൃകവുമായിട്ടൊക്കെ എന്തായിരിക്കണം, അല്ലെങ്കിൽ പൈതൃകവും സംസ്കാരവും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു മൃഗമായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ സംസ്കാരവും പൈതൃകവും ഇതുമായിട്ടൊക്കെ ഇതിനെയൊക്കെ എന്തായിരിക്കണം, പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ റിപ്രസെന്റ് ചെയ്യുന്ന ഒരു മൃഗമായിരിക്കണം എന്തുള്ളത് നമ്മൾ ചൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പോകുന്ന മൃഗത്തിനുണ്ടായിരിക്കുന്നത്. 2, ആ രാജ്യത്തിൽ എന്തായിരിക്കും, എണ്ണത്തിൽ കൂടുതലായിരിക്കണം ആ രാജ്യത്തെ. അടുത്ത 3-മതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അത്യാവശ്യം കാണാൻ ഭംഗിയൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, കാണാൻ ഭംഗി. 4-മത് എന്താണ്, 4-മത് ആളുകൾക്ക് പെട്ടെന്ന് എന്താണ് തിരിച്ചറിയാൻ കഴിയണം. ഓക്കെ, തിരിച്ചറിയൽ. അപ്പോൾ ആളുകൾക്ക് എന്താണ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണം. പിന്നീട് 5-മത് നോക്കുകയാണെങ്കിൽ ഓക്കെ, വംശനാശ ഭീഷണി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ദേശീയ മൃഗമായിട്ട് ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തെന്നാൽ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ അതിന് കൂടുതലായിട്ട് പോപ്പുലാരിറ്റി കിട്ടാനും അതുപോലെ തന്നെ ജനങ്ങളിലെ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു വംശനാശം സംഭവിച്ച് അല്ലെങ്കിൽ വംശനാശ ഭീഷണി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ മൃഗത്തെ തിരഞ്ഞെടുക്കാൻ എന്ത് സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ എന്തായിരിക്കണം, സംസ്കാരവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചരിത്രം അതൊക്കെ ആയിട്ട് എന്തായിരിക്കണം, റിലേഷൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞു എന്താണ്, കടുവയ്ക്ക് നമ്മുടെ ചരിത്രമായിട്ട് എന്തുണ്ട്, റിലേഷൻ ഉണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞു ഇൻഡസ് വാലി സിവിലൈസേഷനിലൊക്കെ കടുവയുടെ ചിത്രം എന്ത് ചെയ്ത് കൊത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം ഒരു രാജ്യത്തിൻ്റെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് നമ്മൾ ആരെ എടുത്തത്, കടുവയെ ദേശീയ മൃഗമായിട്ട് എടുത്തത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മളിനി നോക്കാൻ പോകുന്നത് സ്പെയിനാണ്. സ്പെയിൻ്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്, ബുള്ളാണ്. ബുൾ അല്ലെങ്കിൽ കാള. എന്താണ്, കാള. ബുൾ അല്ലെങ്കിൽ കാള. അപ്പോൾ സ്പെയിൻ്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്, ബുൾ. ഓക്കെ, അല്ലെങ്കിൽ കാള. അപ്പോൾ സ്പെയിൻ്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കാളയാണ്. ഇനി ഈ കുലീനമായിട്ടുള്ള കാള സ്പെയിനിൻ്റെ ദേശീയ പ്രതീകമായിട്ടാണ് വർത്തിക്കുന്നത്. ഓക്കെ, കുലീനമായിട്ടുള്ള കാള സ്പെയിനിൻ്റെ എന്താണ്, സ്പെയിനിൻ്റെ ദേശീയ പ്രതീകമായിട്ട് എന്തെയ്യുന്നു, വർത്തിക്കുന്നത്. മാത്രമല്ല സ്പാനിഷിൻ്റെ കാളപ്പോരിൻ്റെ പാരമ്പര്യത്തെയും എന്താണ്, കാളപ്പോരിൻ്റെ പാരമ്പര്യത്തെയും പിന്നെ എന്താണ്, അതിൻ്റെ കാർഷിക വേരുകളെയും ഓക്കെ. അപ്പോൾ സ്പാനിഷിൻ്റെ അല്ലെങ്കിൽ സ്പെയിനിൻ്റെ കാളപ്പോരിൻ്റെ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ അതിൻ്റെ കാർഷിക വേരുകളെയാണ് ഈ കാള എന്ത് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സ്പെയിനിൻ്റെ കാളപ്പോരിൻ്റെ പാരമ്പര്യത്തെയും അതിൻ്റെ കാർഷിക വേരുകളെയും എന്ത് ചെയ്യുന്നു, ഈ കാള എന്ത് ചെയ്യുന്നു, പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്പാനിഷ് ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയ പ്രതീകാത്മക പ്രാധാന്യത്തോടെ തന്നെ കാള എന്തിൻ്റെയൊക്കെ ശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും പ്രതീകമായിട്ട് ഇന്നും തുടരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും പ്രതീകമായിട്ട് എന്തെങ്കിലും ഇന്നും തുടരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്പെയിനിൻ്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കാളയാണ്. അത് എന്താണ്, സ്പെയിനിൽ ദേശീയ പ്രതീകമായിട്ട് ഇന്നും വർത്തിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സ്പെയിനിലുണ്ടായിരുന്ന കാളപ്പോരിൻ്റെ പാരമ്പര്യത്തെയും അതിൻ്റെ കാർഷിക വേരുകളെയും പ്രതിഫലിപ്പിക്കുകയാണ് കാള ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പെയിനിൻ്റെ ചരിത്രത്തിൽ തന്നെ ആഴത്തിൽ വേരൂന്നിയ കാള എന്ത് ചെയ്യുന്നു, നമ്മുടെ ശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും ഒരു പ്രതിരൂപമായിട്ട് ഇന്നും എന്ത് ചെയ്യുന്നു, നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്പെയിൻ എന്താണ്, കാള. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സൗത്ത് കൊറിയയാണ്. സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ദക്ഷിണ കൊറിയ. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത് എന്താണ്,
ടൈഗറാണ്. അപ്പോൾ സൗത്ത് കൊറിയ അഥവാ ദക്ഷിണ കൊറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? ടൈഗറാണ്. എന്ത് ടൈഗറാണ്? സൈബീരിയൻ ടൈഗറാണ്. എന്താണ്? സൈബീരിയൻ ടൈഗർ. ദക്ഷിണ കൊറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് സൈബീരിയൻ ടൈഗറാണ്. ദക്ഷിണ കൊറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? സൈബീരിയൻ ടൈഗറാണ്. അപ്പോ ഇത് അവരുടെ സംസ്കാരത്തിന്റെ പ്രധാന പ്രതീകമാണ്. ആരുടെ? കൊറിയൻകാരുടെ സംസ്കാരത്തിന്റെ പ്രധാന പ്രതീകമാണ് സൈബീരിയൻ കടുവ എന്ന് പറയുന്നത്. ഇനി കൊറിയയിൽ ഈ ടൈഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടുവ എന്ന് പറയുന്നത് ശക്തിയുടെയും അതുപോലെ തന്നെ എന്തിന്റെ? അധികാരത്തിന്റെയും പ്രധാന പ്രതീകമാണ്. ഓക്കെ, അപ്പൊ ഈ ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രധാന പ്രതീകമാണ് എന്താണ്? എന്തെന്ന് പറഞ്ഞാൽ ടൈഗർ എന്ന് പറഞ്ഞാൽ. അപ്പൊ കൊറിയയിൽ ടൈഗറിനെ കണക്കാക്കുന്നത് എന്താണ്? ശക്തിയുടെയും അധികാരത്തിന്റെ പ്രധാന പ്രതീകമായിട്ടാണ് ടൈഗറിനെ കണക്കാക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണക്കാക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട് അവരുടെ രക്ഷാധികാരിയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ആരെ? സൈബീരിയൻ കടുവ. ഓക്കെ, അപ്പോ സൗത്ത് കൊറിയ അല്ലെങ്കിൽ ദക്ഷിണ കൊറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? സൈബീരിയൻ ടൈഗർ ആണ്, സൈബീരിയൻ കടുവയാണ്. അപ്പൊ ഈ സൈബീരിയൻ കടുവ എന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിന്റെ പ്രധാന പ്രതീകമാണ്. പിന്നെ ഈ കടുവയെ അവർ കണക്കാക്കുക ശക്തിയുടെയും അധികാരത്തിന്റെ പ്രധാന പ്രതീകമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ കണക്കാക്കുന്നത്. ഇനി ഒരു കാര്യം, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ കാലമായിട്ട് ഒരു രക്ഷാധികാരിയായിട്ടാണ് ടൈഗറിനെ അവർ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കൊറിയ പെനിൻസുല മൃഗത്തോട് സാമ്യമുള്ളത് കൊണ്ട് തന്നെ കൊറിയ കടുവകളുടെ നാട് എന്നറിയപ്പെടുന്നു. എന്തെന്നറിയപ്പെടുന്നു? കടുവകളുടെ നാട് എന്ന് എന്തെന്നു കൊറിയ അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് കൊറിയ എന്തെന്നാണ് അറിയപ്പെടുന്നത്? കടുവയുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? പെനിൻസുല മൃഗത്തോട് സാമ്യമുള്ളതുകൊണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സൗത്ത് കൊറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? ടൈഗറാണ്, സൈബീരിയൻ ടൈഗറാണ്. സൈബീരിയൻ ടൈഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ സംസ്കാരത്തിന്റെ പ്രധാന പ്രതീകമാണ്. അതുപോലെ തന്നെ ആ ടൈഗറിനെ അവർ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ ശക്തിയുടെയും അധികാരത്തിന്റെ പ്രധാന പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പിന്നെ എന്താണ്? സൗത്ത് കൊറിയ കടുവയുടെ നാട് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ട്? പെനിൻസുല മൃഗത്തോട് ഒരുപാട് സാമ്യമുള്ളത് കൊണ്ട് തന്നെ കൊറിയ എന്ത് ചെയ്തു? കടുവകളുടെ നാട് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സൗത്ത് കൊറിയ. നമുക്ക് അടുത്തയിലേക്ക് പോയാലോ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബംഗ്ലാദേശാണ്. എന്താണ്? ബംഗ്ലാദേശാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗർ. എന്താണ്? റോയൽ ബംഗാൾ കടുവയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത്. ഓക്കെ, റോയൽ ബംഗാൾ കടുവ ദേശീയ മൃഗം. ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗർ അഥവാ റോയൽ ബംഗാൾ എന്താണ്? കടുവ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബംഗ്ലാദേശിലെ ദേശീയ മൃഗമായിട്ട് ടൈഗറിനെ തെരഞ്ഞെടുത്തത്? അതിന് എന്തൊക്കെയാണ്? ശക്തി. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിശക്തി. 3 ഗാംഭീര്യം. ഓക്കെ, എന്തൊക്കെയാണ്? ശക്തി, ബുദ്ധിശക്തി, ഗാംഭീര്യം. ശക്തി, ബുദ്ധിശക്തി, ഗാംഭീര്യം ഇവ ഉള്ളത് കൊണ്ട് തന്നെ ഇവയൊക്കെ ചേർന്ന ഒരു മൃഗമായത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? കടുവയെ ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗമായിട്ട് തെരഞ്ഞെടുത്തു. ഇനി ബംഗ്ലാദേശിൽ ഈ കടുവകൾ 400 അതിന്റെ പോപ്പുലാരിറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഏകദേശം 440 കടുവകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബംഗ്ലാദേശിൽ. ഓക്കെ, അപ്പൊ ബംഗ്ലാദേശിലെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? റോയൽ ബംഗാൾ ടൈഗർ ആണ്, റോയൽ ബംഗാൾ കടുവയാണ്. ഈ ബംഗാൾ കടുവ ബംഗ്ലാദേശിൽ ഏകദേശം 440 കടുവകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എന്താണ്? അതിന്റെ ശക്തി, ബുദ്ധിശക്തി, ഗാംഭീര്യം ഇതൊക്കെ ചേർന്നുള്ള ഒരു മൃഗമായതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്? കടുവയെ ദേശീയ മൃഗമായിട്ട് ബംഗ്ലാദേശിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ്. ഇനി ഈ ബംഗാൾ കടുവയ്ക്ക് അല്ലെങ്കിൽ ഈ കടുവയ്ക്ക് കുറച്ച് പെർക്കുലാരിറ്റീസ് കൂടിയുണ്ട്. പെർക്കുലാരിറ്റീസ് അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. എന്തൊക്കെയായിരിക്കും? അതായത് ഇതിന് ഭയങ്കര ഓർമ്മശക്തിയാണ്. അതായത് മൂർച്ചയുള്ള ഓർമ്മശക്തിയാണ്. എന്താണ്? മൂർച്ചയേറിയ ഓർമ്മശക്തി.
ഓക്കെ, അപ്പോ മൂർച്ചയേറെ ഓർമ്മശക്തിയാണ് എന്തിനുള്ളത്? ഈ ബംഗാൾ കടുവയ്ക്കുള്ളത്. അവർ ഒരിക്കലും ഒരു മുഖം കണ്ടാൽ പിന്നീട് എന്ത് ചെയ്താൽ മറക്കില്ല. അതാണ് അവരുടെ മൂർച്ചയേറിയ ഓർമ്മശക്തി എന്ന് പറയുന്നത്. അവർ ഒരു മുഖം കണ്ടാൽ പിന്നീട് എന്ത് ചെയ്യില്ല, ഒരിക്കലും മറക്കുകയില്ല. മറ്റു മനുഷ്യരെക്കാളും അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ളത് ആർക്കാണ്? ഈ കടുവയ്ക്കാണ്. ഓക്കെ, അപ്പോൾ മറ്റു മൃഗങ്ങളെക്കാളും മനുഷ്യരെക്കാളും ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ഉള്ളത് എന്താണ്? ഈ കടുവയ്ക്കാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ശക്തി, ബുദ്ധിശക്തി, ഗാംഭീര്യം മീൻസ് ഓർമ്മശക്തിയും കൂടെ അതിൽ പ്ലസ് ചെയ്യാം. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ച ഒരു മൃഗമായത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ബംഗാൾ കടുവ എന്ത് ചെയ്തത് ഇവർ ബംഗ്ലാദേശിലെ എന്റെ ദേശീയ മൃഗമായിട്ട് തെരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പൊ ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? കടുവയാണ്, ബംഗാൾ കടുവയാണ്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് മാർക്കോറാണ്. എന്താണ്? മാർക്കോറാണ് പാകിസ്ഥാന്റെ ദേശീയ മൃഗം. പാകിസ്ഥാന്റെ ദേശീയ മൃഗം ഏതാണ്? മാർക്കോറാണ്. അപ്പോ ഈ മാർക്കോർ എന്ന് പറയുന്നത് ആട് കുടുംബത്തിലെ ഏത് കുടുംബത്തിൽ പെടുന്നതാണ്? ആടിന്റെ കുടുംബത്തിൽ പെടുന്നതാണ് ഏത്? മാർക്കോർ. ആട് കുടുംബത്തിലെ ഏറ്റവും വലുതാണ് മാർക്കോർ എന്ന് പറയുന്നത്. പാകിസ്ഥാന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് മാർക്കോറാണ്. മാർക്കോർ എന്ന് പറയുന്നത് എന്താണ്? ആട് കുടുംബത്തിലെ ഏറ്റവും വലുതിനെയാണ് മാർക്കോർ എന്ന് പറയുന്നത്. ഇനി ഇത് പാകിസ്ഥാന്റെ വടക്ക് ഭാഗത്തോട്ടാണ് ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. ഈ മാർക്കോർ എന്ന് പറയുന്ന മൃഗം എവിടെയാണ്? പാകിസ്ഥാന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി വടക്ക് ഭാഗത്ത് മാത്രമല്ല, രാജ്യത്ത് ഉടനീളം തന്നെ, അതായത് ഈ പാകിസ്ഥാന്റെ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഉടനീളം തന്നെ പല ഭാഗങ്ങളിലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൃഗത്തെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അധികമായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? പാകിസ്ഥാന്റെ വടക്ക് ഭാഗത്താണ്. അതുപോലെ തന്നെ 2018 പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഔപചാരികമായിട്ട് എന്ത് ചെയ്യുന്നു, പുനർനാമകരണം ചെയ്യുന്നു. പാകിസ്ഥാന്റെ ഇന്റർനാഷണൽ എയർലൈൻസ് എന്ത് ചെയ്യുന്നു, പുനർനാമകരണം ചെയ്യുന്നു ഔപചാരികമായിട്ട്. എന്നിട്ട് അതിന്റെ എല്ലാ വിമാനങ്ങളുടെയും വാലിൽ ഈ മാർക്കോറിന്റെ ചിഹ്നമാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വിമാനങ്ങളുടെയും വാലിൽ മാർക്കോറിന്റെ ചിഹ്നമാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയാണുള്ളത്. പാകിസ്ഥാന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് മാർക്കോറാണ്. മാർക്കോർ എന്ന് പറയുന്നത് എന്താണ്? ആട് കുടുംബത്തിലെ ഏറ്റവും വലുതാണ് മാർക്കോർ. ഇത് പാകിസ്ഥാന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എന്നാലും രാജ്യത്തിന്റെ ഉടനീളം അവിടെ ഇവിടെയായിട്ട് ഏതെങ്കിലുമൊക്കെ ഭാഗത്തായിട്ട് ഇത് കാണാറുണ്ട്. പിന്നെ അതിനുശേഷം പറഞ്ഞത് എന്താണ്? 2018 പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് ഔപചാരികമായി പുനർനാമകരണം ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാ വിമാനങ്ങളുടെയും വാലിൽ എന്ത് ചെയ്യുന്നു, ഈ മാർക്കോറിന്റെ ചിഹ്നം ഘടിപ്പിക്കുകയും ചെയ്യുന്നു. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ പാകിസ്ഥാന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? മാർക്കോറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയാണ്. ഏതാണ്? ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? കങ്കാരു ആണ്. ഓക്കെ, അപ്പൊ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? കങ്കാരു ആണ്. ഇനി ഈ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമായിട്ട് കങ്കാരുവിനെ ചൂസ് ചെയ്യാൻ വേണ്ടി 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, കങ്കാരു എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ മാത്രം പ്രത്യേകതയാണ്. ഓക്കെ, ഒന്നാമത്തെ കാരണം കങ്കാരു എന്ന് പറയുന്നത് എന്താണ്? ഓസ്ട്രേലിയയുടെ മാത്രം പ്രത്യേകതയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, മുന്നോട്ട് വെച്ചാൽ അല്ലെങ്കിൽ മുന്നോട്ട് കാലെടുത്ത് വെച്ചാൽ മുന്നോട്ട് പോയാൽ പിന്നോട്ട് പോകാത്ത 2 മൃഗങ്ങളാണുള്ളത്. ഒന്ന് കങ്കാരു, 2 എന്താണ്? യമുവും. ഏതൊക്കെയാണ്? യമുവും കങ്കാരു ആണ് മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് പോകാത്ത 2 മൃഗങ്ങൾ. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ കങ്കാരുവിനെ അവരെന്ത് ചെയ്തത്, ഓസ്ട്രേലിയയില് ദേശീയ മൃഗമായിട്ട് എടുത്തത്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, യമുവും കങ്കാരുവും കൂടിയിട്ട് ചേർന്നിട്ടാണ് ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക ചിഹ്നമായ കോമൺവെൽത്ത് കോർട്ടിൽ ഈ കങ്കാരു യമുവും കൂടി ചേർന്ന് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കവചമുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ചേർത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും എന്താണ്? മുന്നോട്ട് പോയാൽ പിന്നോട്ട് പോകാത്തവരാണ്. അപ്പോൾ മുന്നോട്ട് അവരുടെ രാജ്യത്തിന്റെ അവരുടെ രാജ്യം മുന്നോട്ട് പോവുക എന്നുള്ള അർത്ഥത്തിൽ വെച്ചാണ് ഇവരുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ എന്ത് ചെയ്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓസ്ട്രേലിയ. അടുത്തതെന്ന് പറഞ്ഞാൽ സിംഗപ്പൂരാണ്. സിംഗപ്പൂരിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? ലയൺ ആണ്.
സിംഗപ്പൂരിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? ലയൺ അല്ലെങ്കിൽ സിംഹം. അപ്പൊ ഇതാണ് എന്താണ് സിംഗപ്പൂരിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത്. സിംഗപ്പൂരിന്റെ ലയൺ സിറ്റി എന്ന പദവിയുടെ ശക്തവും ചരിത്രപരവുമായിട്ടുള്ള പ്രതീകമായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? സിംഹത്തെ തെരഞ്ഞെടുത്തത്. ഇനി ഈ സിംഹത്തിന് 3 ഗുണങ്ങളുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തൊക്കെയാണ്? ധൈര്യം, മികവ്, ശക്തി. അപ്പൊ ഈ 3 മികവും ഇവരുടെ രാജ്യത്തിന് ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ എന്ത് ചെയ്തത്? സിംഹത്തെ തിരഞ്ഞെടുത്തത്. ഇത് മാത്രമല്ല, സിംഗപ്പൂർ എന്ന് പറയുന്ന ഈ വേർഡിന്റെ അർത്ഥം സിംഗപ്പുര അല്ലെങ്കിൽ സിംഹത്തിന്റെ നഗരം, ഇങ്ങനെ വരുന്ന ഈ ഒരു അർത്ഥത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വേർഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഈ സിംഗപ്പൂർ എന്ന് പറയുന്ന ഈ ഒരു പദം അല്ലെങ്കിൽ ഈ ഒരു പേര് ഇവർക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. സിംഗപ്പൂർ സിംഹം. നമ്മൾ നോക്കാൻ പോകുന്ന ബൾഗേറിയയാണ്. ഏതാണ്? ബൾഗേറിയ. എന്താണ്? ബൾഗേറിയയാണ്. ബൾഗേറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? ലയൺ ആണ്. ബൾഗേറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ലയൺ ആണ്. എന്താണ്? സിംഹമാണ്. അപ്പോൾ ബൾഗേറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? സിംഹമാണ്. ഇനി ഈ ബൾഗേറിയയുടെ കറൻസിയെ ലവ് എന്നാണ് പറയുന്നത്. ബൾഗേറിയയുടെ കറൻസി, ഓക്കെ, ബൾഗേറിയയുടെ കറൻസിയെ എന്താണ്? ലവ് എന്നാണ് പറയുന്നത്. ബൾഗേറിയയുടെ കറൻസി എന്താണ് പറയുന്നത്? ലവ് എന്നാണ് പറയുന്നത്. ഈ ലവ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ലയൺ എന്നർത്ഥം വരുന്നു. ഓക്കെ, ഇംഗ്ലീഷിൽ എന്താണ് ലയൺ എന്ന് മീനിങ് വരുന്ന ലുവ, ഓക്കെ, ലുവ എന്ന ഈ വേർഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ ലവ് എന്ന് പറയുന്ന കറൻസിയുടെ നെയിം. അപ്പോൾ ബൾഗേറിയയുടെ കറൻസിയുടെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? ബൾഗേറിയയുടെ കറൻസിയുടെ പേര് ലവ് ആണ്. എന്താണ്? ലവ് ആണ്. ഇനി ഈ ലവ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ലയൺ എന്നർത്ഥം വരുന്നത് എന്താണ്? ഇംഗ്ലീഷിൽ ലയൺ എന്നർത്ഥം വരുന്ന ബൾഗേറിയൻ പദമായ ലുവ എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഏത്? ലവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ബൾഗേറിയയുടെ ദേശീയ മൃഗം സിംഹമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? ലയൺ ആണ്. സിംഹം തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ ദേശീയ മൃഗം. ഇംഗ്ലണ്ടിന്റെ ദേശീയ മൃഗം എന്ന് പറയുന്നത് സിംഹം തന്നെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ ദേശീയ മൃഗമായിട്ട് സിംഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ബ്രിട്ടീഷ്യൻ എന്താണ്? ബ്രിട്ടീഷ്യൻ എന്ന ഈ പദത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു മൃഗം അല്ലെങ്കിൽ ഈ ഒരു ബ്രിട്ടീഷ്യൻ എന്ന് പറയുന്ന പദത്തെ ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്ന ഒരു മൃഗം ഏത്? സിംഹമാണെന്ന് കരുതിയാണ് അവർ എന്ത് ചെയ്തത്? സിംഹത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? സിംഹമാണ്. എന്തുകൊണ്ട് സിംഹത്തെ തിരഞ്ഞെടുത്തു? ബ്രിട്ടീഷ്യൻ എന്ന വേർഡിനെ എന്ന പദത്തിനെ ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്ന ഒരു മൃഗം ഏത്? സിംഹമാണെന്ന് കരുതിയാണ് അവർ എന്ത് ചെയ്തത്? സിംഹത്തെ തിരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്തത് എന്താണ്? എറിട്രിയ ആണ്. എന്താണ്? എറിട്രിയ. ഓക്കെ, എറിട്രിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? കേമലാണ്. കേമൽ എന്താണ്? ഒട്ടകമാണ്. എറിട്രിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് എന്താണ്? ഒട്ടകമാണ്. എന്തുകൊണ്ടാണ് ഒട്ടകത്തെ ചൂസ് ചെയ്തത്? എറിട്രിയയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒട്ടകത്തെ കൊണ്ടുപോകുന്നത് അത്യാവശ്യമായിരുന്നു. എറിട്രിയയുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒട്ടകത്തെ കൊണ്ടുപോകുന്നത് എന്താണ്? അത്യാവശ്യമായിരുന്നു. പലപ്പോഴും 200 കിലോഗ്രാമിലധികം ഭാരം ഒട്ടകം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ 10 മണിക്കൂറിലും അധികം. ഓക്കെ, 10 മണിക്കൂറിലധികം 200 കിലോഗ്രാം ഭാരത്തിലധികം എന്ത് ചെയ്ത് ഒട്ടകം വഹിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് എറിട്രിയയുടെ ദേശീയ മൃഗമായിട്ട് എന്ത് ചെയ്ത് ഒട്ടകത്തെ ചൂസ് ചെയ്തത്. അപ്പോൾ എറിട്രിയയുടെ ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒട്ടകമാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വിയറ്റ്നാമാണ്. വിയറ്റ്നാമിന്റെ ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? എരുമയാണ്. വിയറ്റ്നാമീസ് ജനതയുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെ എന്ത് ചെയ്യുന്നു? എരുമയ്ക്കുണ്ട്. അതിന്റെ കാർഷിക പ്രാധാന്യവും ശക്തമായ ദേശീയ കൂട്ടായ്മയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് വിയറ്റ്നാമിന്റെ ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? ബഫല്ലോ ആണ്. അടുത്തതിന് ബെൽജിയത്തിന്റെ ദേശീയ മൃഗം എന്ന് പറഞ്ഞാൽ ഏതാണ്? സിംഹമാണ്. ബെൽജിയത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? സിംഹമാണ്. ബെൽജിയം സിംഹം. അടുത്ത എന്താണ്? ചിലിയുടെ ദേശീയ മൃഗം മാനാണ്. ചിലിയുടെ ദേശീയ മൃഗം ഏതാണ്? മാനാണ്. ബെൽജിയം സിംഹം, ചിലി മാൻ. അപ്പൊ ബെൽജിയത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? സിംഹമാണ്. ചിലിയുടെ ദേശീയ മൃഗം ഏതാണ്? മാനാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഠിച്ചത് ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ബംഗാൾ കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം ബംഗാൾ കടുവ. രണ്ടാമത് നമ്മൾ നോക്കിയത് ഏതാണ്? സ്പെയിൻ ആയിരുന്നു. സ്പെയിനിന്റെ ദേശീയ മൃഗം ഏതാണ്? കാള. സ്പെയിൻ കാള. ഇന്ത്യ ബംഗാൾ കടുവ, സ്പെയിൻ എന്താണ്? കാള.
അടുത്ത മൂന്നാമതായിട്ട് ദക്ഷിണ കൊറിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? കടുവയാണ്. ഇന്ത്യ ബംഗാൾ കടുവ, സ്പെയിൻ കാള, ദക്ഷിണ കൊറിയ എന്താണ്? കടുവയാണ്. ഇനി അടുത്ത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണ്. എന്താണ്? റോയൽ ബംഗാൾ കടുവയാണ്. ബംഗ്ലാദേശ് റോയൽ ബംഗാൾ കടുവ. പാകിസ്ഥാൻ മാർക്കോർ. പാകിസ്ഥാൻ എന്താണ്? മാർക്കോർ. അപ്പോൾ ഇന്ത്യ ബംഗാൾ കടുവ, സ്പെയിൻ കാള, ദക്ഷിണ കൊറിയ കടുവ, ബംഗ്ലാദേശ് റോയൽ ബംഗാൾ കടുവ, പാകിസ്ഥാൻ മാർക്കോർ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കി ഏതായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതായിരുന്നു? കങ്കാരു. ഓസ്ട്രേലിയ കങ്കാരു. സിംഗപ്പൂർ ഏതാണ്? സിംഗപ്പൂർ സിംഹം. സിംഗപ്പൂരിന്റെ ദേശീയ മൃഗം ഏതാണ്? സിംഹമാണ്. ബൾഗേറിയ സിംഹം, ഇംഗ്ലണ്ട് സിംഹം, ബെൽജിയം സിംഹം. ഓക്കെ, അപ്പൊ ഇത്ര ഏതാ? സിംഗപ്പൂർ ഏതാണ്? സിംഹമാണ്. ബൾഗേറിയയുടെ ദേശീയ മൃഗവും സിംഹമാണ്. ഇംഗ്ലണ്ടിന്റെ ദേശീയ മൃഗവും സിംഹമാണ്. ബെൽജിയത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? സിംഹമാണ്. എറിത്രിയ ഏതായിരുന്നു നമ്മൾ നോക്കിയത്? എറിത്രിയയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? ഒട്ടകം. എറിത്രിയ ഒട്ടകം. ചിലി മാൻ, വിയറ്റ്നാം എരുമ. ഓക്കെ, അപ്പൊ എറിത്രിയ ലാസ്റ്റ് പഠിച്ച മൂന്നെണ്ണം ഏതായിരുന്നു? എറിത്രിയ, ചിലി, വിയറ്റ്നാം ആയിരുന്നു. എറിത്രിയയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? ഒട്ടകമായിരുന്നു. ചിലി മാൻ, വിയറ്റ്നാം എരുമ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ബംഗാൾ കടുവ, സ്പെയിൻ കാള, ദക്ഷിണ കൊറിയ കടുവ, ബംഗ്ലാദേശ് റോയൽ ബംഗാൾ കടുവ, പാകിസ്ഥാൻ മാർക്കോർ, ഓസ്ട്രേലിയ കങ്കാരു, സിംഗപ്പൂർ സിംഹം, ബൾഗേറിയ സിംഹം, ഇംഗ്ലണ്ട് സിംഹം, ബെൽജിയം സിംഹം, എറിത്രിയ ഒട്ടകം, ചിലി മാൻ, വിയറ്റ്നാം എരുമ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.